പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 5 തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു ഞങ്ങളുടെ പ്രിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതത്തെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കരങ്ങളെ ഉയർത്തി അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. 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 104 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, 104 സങ്കീർത്തനം ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, അങ്ങ് ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. അതിനുശേഷം 33-34 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. വളരെ ഏകാഗ്രതയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്ന് പകൽ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന്, ആമേൻ, അങ്ങ് ഞങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക്, പച്ചയായ പുൽപ്പുറത്തിലേക്കൊക്കെ ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ആരോഗ്യം പ്രാപിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിൽ നിന്ന് ഭയങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാവരും പൂർണ്ണ ശക്തിയും ബലവും ധരിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടലിന്റെ ബുദ്ധിമുട്ടൊക്കെ മുഖാനും, നട്ടലിന്റെ അടിഭാഗത്ത് തേയ്മാനം സംഭവിച്ച് നട്ടലിന് വേദനയായി ഇരിക്കുവാൻ മേല, കിടക്കുവാൻ മേല, നിൽക്കുവാൻ മേല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ബെഡ് സോർ വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ, ബെഡ് റിഡനായിരിക്കുന്നവർ, കർത്താവായ യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശു നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, അതുപോലെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. വലിയൊരു ഉണർവിന് കർത്താവ് മിഡിൽ ഈസ്റ്റിനെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയിൽ ആത്മമഴ പെയ്യണമേ, ആത്മാവിന്റെ പകർച്ചയുണ്ടാകണമേ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ആരാധന ഇന്ത്യൻ സമയം 8:15 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരും അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലെ നമ്മൾ കേട്ടത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെട്ടവരായ നമുക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുമെന്നും, ആമേൻ, നമ്മൾ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ നാമത്തെ പ്രതി ചെയ്യുന്നതായ ഒരു കാര്യങ്ങളും വ്യർത്ഥമല്ലെന്നും, അതിനെല്ലാം സ്വർഗത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നും, അത് നമ്മുടെ തലമുറയ്ക്കും അത് അനുഗ്രഹമായിരിക്കും എന്നും ഇന്നലെ കേട്ടു. ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അതിന്റെ തുടർമാനമായിട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ. അപ്പൊ എങ്ങനെയാ നമ്മൾ നീതീകരിക്കപ്പെട്ടത്? നമ്മുടെ പ്രവൃത്തിയാലല്ല, നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായത്
എനിക്ക് വേണ്ടിയാണ്. ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, അത് വായി കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആ ക്രൂശ് മരണം എനിക്കായി മാറും, എന്റേതായി മാറും. ഞാനും യേശുവിനോടുകൂടെ ആ ക്രൂശിൽ ആമേൻ മരണത്തിൽ ഞാനും പങ്കാളിയായി മാറുക. അപ്പോൾ എബ്രായ ലേഖനം പറയുക 10-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ എന്റെ നീതിമാൻ എന്നുള്ള പദം പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ്. അതായത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം നമുക്ക് ലഭിക്കുന്നു. അത് പ്രവൃത്തിയാലല്ല, ഉപവാസ പ്രാർത്ഥനയാലല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ രക്ഷ ലഭിച്ചത് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകൾ ഇട്ടതുകൊണ്ടോ അല്ല, വിശ്വസിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ എന്നിട്ട് പറയാം, അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. ഇനി കർത്താവ് പറയാം, എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. അതായത് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിൽ, ദൈവമുണ്ടെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും എന്നുള്ള ആഴമേറിയ വിശ്വാസത്തിലാണ് ഒരു നീതിമാൻ ജീവിക്കുന്നത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അറിയാം, കർത്താവ് അവനെ കരുതും, കർത്താവ് അവനെ പുലർത്തും, കർത്താവ് അവന് വേണ്ടി പ്രവർത്തിക്കും, കർത്താവിന്റെ ദൂതന്മാർ അവന് വേണ്ടി സദാ ജാഗരൂകരായി നിൽക്കുന്നു. ഇതൊക്കെ ആർക്കറിയാം? ഒരു നീതിമാൻ അറിയാം. അപ്പൊ നീതിമാൻ ഇത് വിശ്വാസ കണ്ണാൽ കാണും. നീതിമാൻ വിശ്വാസത്താൽ കർത്താവിനെ കണ്ടുകൊണ്ട്, വിശ്വാസത്താൽ ദൈവിക പ്രൊവിഷനുകളെ കണ്ടുകൊണ്ട്, വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, കാഴ്ചയാലല്ല. കാഴ്ചയാൽ ലോകത്തിലുള്ള മനുഷ്യനാണ് കാഴ്ചയാൽ ജീവിക്കുന്നത്. എന്നാൽ അവൻ വിശ്വാസി അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഇനി അവിടെ പറയുന്ന ഒരു ഭാഗം ഇതാണ്, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ വിശ്വാസത്തിൽ ജീവിക്കേണ്ട ഞാൻ ഭയപ്പെട്ട് പിന്മാറുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ പിന്മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭയന്ന് വിറച്ചു പോവാന്ന് വെച്ചു, അതായത് അയ്യോ ഇനി കർത്താവ് എന്നെ സഹായിക്കും എന്നുള്ളൊരു ബോധ്യമില്ലാതെ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ, ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ നടുവിൽ ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ, പേടിച്ചു പോവുകയാണെങ്കിൽ സ്വർഗത്തിന് നമ്മളിൽ എന്തില്ല? പ്രസാദമില്ല. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം കാണുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മള് പുതിയ നിയമം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷയുടെ കാലത്ത് ചിലരുടെ വിശ്വാസം കാണുമ്പോൾ കർത്താവിന് തന്നെ അങ്ങ് അതിശയമായി പോകും, കർത്താവിന് തന്നെ അങ്ങ് ആശ്ചര്യമായി വരും. ഓഹ്, ഇത്രയും വലിയ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ ഒരു നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ആ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കണം. ചെറുതും വലുതുമായ സകല കാര്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കണം. ഒരുവൻ കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ലൈഫ് മാറി മറിയും. വിശ്വാസം എന്ന് പറയുന്നത് ലഭിക്കാൻ പോകുന്ന നന്മകളുടെയും കൂടെ അടിസ്ഥാനമായിട്ടാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരുത്തന്റെ ഉള്ളിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ലൈഫ് എന്ന് പറയുന്നത് അസാധാരണ ജീവിതം. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന്റെ കുറിച്ചുള്ള ഒരു നിർവചനമുണ്ടല്ലോ. ഇപ്പോൾ വിശ്വാസം നമ്മുടെ പ്രതീക്ഷകളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, നമുക്ക് ഹോപ്പുണ്ട്, നമുക്ക് പ്രത്യാശയുണ്ട്, കർത്താവ് അത് ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. വിശ്വാസം മാറിപ്പോലും, വിശ്വാസം കുറഞ്ഞു പോലും, വിശ്വാസം കൂടി വരണം. നാം കൊതിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് ആവശ്യമായ അടിത്തറയായി മാറുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ കാണാത്തത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദൃശ്യമായ മണ്ഡലത്തിൽ നിൽക്കുന്നതിന് ദൃശ്യമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസമാണ്. അപ്പം അദൃശ്യമായ മണ്ഡലത്തിലുള്ളതിനെ ദൃശ്യമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസമാണ്. നമ്മുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ, അല്ലെങ്കിൽ എന്റെ കർത്താവ് എനിക്കത് ചെയ്യും, അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസത്തിലൂടെ. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നേടുന്നതിന് ആവശ്യമായ അടിത്തറ എന്ന് പറയുന്ന വിശ്വാസം. ഇവിടെ നോക്കിയേ, കർത്താവിൽ അങ്ങ് ആഴമായിട്ട് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരു തിന്മയും നിങ്ങൾക്ക് കർത്താവ് ചെയ്യത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തിന്മ ചെയ്യുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ലതല്ലേ കരുതുന്നുള്ളൂ? നല്ല ഭാവിയല്ലേ അവർക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ നിത്യപിതാവ് നമ്മളെക്കുറിച്ച് നന്മ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.
നന്മ മാത്രമേ നമുക്ക് വേണ്ടി കരുതുന്നുള്ളൂ. അതുകൊണ്ട് നന്മ മാത്രം വിശ്വസിക്കണം. നന്മ വരുമെന്ന് വിശ്വസിക്കണം. നന്മ വരുമെന്ന് വിശ്വസിക്കണം. അത് കാണുവാൻ ആഗ്രഹിക്കണം. വിശ്വാസത്തിൽ നിന്ന് ഒരു അല്പം പോലും പിന്മാറിപ്പോകല്ലേ. അയ്യോ ഇനി ശരിയാകുമോ, ഇനി നടക്കുമോ, പിന്മാറല്ലേ. അതാണ് വിശ്വാസത്തിൽ നിന്ന് മാറുക എന്ന് പറയുന്നത്. ഇത്രയും നാളൊക്കെ വിശ്വസിച്ചു, ഇനി അത് ശരിയാകുമോ, ഒരു ഉണർവുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുക. ഇനി കുറച്ചാളായി ഇനി ഉണർവൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, അങ്ങനെ ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇനി ഒരു കുഞ്ഞുണ്ടാകും. നോ, അങ്ങനെ ചിന്തിക്കരുത്. വിശ്വസിച്ച് നിൽക്കുക. ദൈവം നിങ്ങളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വാസം നമ്മുടെ അടിസ്ഥാനമായിരിക്കണം. അതിന്മേൽ നിന്നോണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറിപ്പോകുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം അല്പയിലും കുറയുമ്പോൾ കർത്താവിന് വിഷമം, കർത്താവിന് സന്തോഷമില്ല. അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും വിശ്വസിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതം ചെയ്യും. വിശ്വാസിയാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. വിശ്വാസമാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരാ. വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.